അപ്പൊ നമ്മളിന്ന് പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ ഈവനിങ് സ്പെഷ്യൽ പായസാണ്. അപ്പൊ അതെ, ഇവിടെ പുഴയ്ക്ക് പോകാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയേക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണാൻ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ നമ്മളിന്ന് സേമിയ പായസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളെ വീട്ടിൽ പാലട പായസമാണ് ഉണ്ടാക്കാറ്. അപ്പോൾ കുറേ ആയിട്ടോ സേമിയ പായസം കുടിച്ചിട്ട്. അതുപോലെ തന്നെ ഉമ്മച്ചിക്ക് ഇഷ്ടമായി ഇവിടെ സേമിയ പായസമാണ്, ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് അടുക്കളയിൽ കയറിയത്. ബട്ട് അവസാനം ഉമ്മാൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ മിന്നൂസ് പാലൊഴിക്കുക കേട്ടോ. അവൾ ഒരു മിൽക്ക് ഒഴിക്കുന്നതിൻ്റെ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാലൊഴിസീന് കണ്ടപ്പോൾ തന്നെ ഉമ്മക്ക് മനസ്സിലായിട്ടോ ഞങ്ങൾ രണ്ടുപേരും അടുക്കള അവസാനം എന്താക്കി തീർക്കുമെന്ന്. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, ഉമ്മേനെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് പാലും അതുപോലെ തന്നെ സേമിയ പാലയുടെ മിക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 പാക്കറ്റ് പാലും അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മൾ മിൽക്കെല്ലാം ഒഴിച്ച് അവിടെ സെറ്റാക്കി വെച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാമറയുടെ മുന്നിൽ മെയിനാകുമ്പോഴാണ് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാൽ അളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്ന. അപ്പോൾ ഞാനെന്നെ അളക്കിയിട്ടുണ്ട്. അപ്പോൾ മിന്നൂസിന് ക്യാമറയുടെ മുന്നിൽ മെയിനാകുമ്പോൾ വേണമെന്നുണ്ട്, ബട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അവൾക്ക്. അങ്ങനെ ഞാൻ അത് അളക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി എന്നോട് പതുക്കെ അളക്കാൻ പറഞ്ഞു. ആ എക്സ്പ്രഷനാണ് എൻ്റെ പതുക്കെ അളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മളത് മൂടി വെച്ചു. എന്നിട്ട് കുറച്ച് നേരം പാല് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തിളക്കാൻ. പിന്നെ നമ്മൾ ഇനായി പറഞ്ഞു അവൾക്ക് വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പോൾ അവളെ കാണുന്നില്ല എത്ര നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ. അപ്പോൾ അവൾ എന്ത് പറഞ്ഞു, എന്നെ കൂടെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അവൾ ഹൈറ്റ് ഇല്ലല്ലോ, അപ്പോൾ അവൾ ഇരുത്തിയതാട്ടോ ഇന്നെ. അതിന് ശേഷം പിന്നെ നമ്മൾ ഉമ്മച്ചി പറഞ്ഞു നമുക്ക് വാഴയില വെട്ടിയിട്ട് അതിൽ പപ്പടം എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാഴയില വെട്ടി. അപ്പോൾ മിന്നൂസാണ് വാഴയില വെട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ പിരിച്ച് എൻ്റെ ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വ്ളോഗ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കുറച്ച് കച്ചറയാണ്, കാരണം നമ്മൾ ഭയങ്കര പ്രകൃതി സ്നേഹികളായതുകൊണ്ട് തന്നെ നിറച്ച് മരങ്ങളൊക്കെ കേട്ടോ, ട്രീസാണ് നമ്മളെ ബാക്കിൽ. അങ്ങനെ നമ്മൾ വാഴയിലെല്ലാം മിന്നൂസ് കഴുകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും ബിസി ആയിരുന്നു കേട്ടോ. അതിലുണ്ട് ഒരാൾ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ടായിരുന്നു വർത്തമാനം പറഞ്ഞിട്ട്. അവളൊരു പ്രത്യേകതയായിട്ടോ, അത് ഒറ്റയ്ക്കിരുന്ന് കളിക്കുക, ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ. എന്നാൽ ബുദ്ധിമുട്ടിപ്പിച്ച് കൊണ്ടിരുന്നാൽ അവളത് നിർത്തിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാല് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയായിട്ടോ തിളയ്ക്കുന്നത്, കാരണം ഞങ്ങളവിടെ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഇവിടെ പാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭാവിയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഉമ്മച്ചി. അങ്ങനെ നമ്മൾ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ പാലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടോ. അങ്ങനെ ഉമ്മച്ചി പാല് തിളച്ച് വന്നപ്പോൾ നന്നായിട്ട് കുറുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് സേമിയയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയയുടെ മിക്സ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്ത് അവസാനം നമ്മളത് ഒന്ന് തിളക്കി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി ഒന്നിൽ എക്സ്പേർട്ട് അല്ലെങ്കിലും ഉമ്മച്ചിക്ക് പായസം ഉണ്ടാക്കാൻ നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനോട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഉമ്മ ഉണ്ടാക്കി. അപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഏലക്ക ഇടണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മിന്നുവിൻ്റെ കൈ വന്നപ്പോൾ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ മെയിനാവാൻ നോക്കിയതാണ്. ആൾക്ക് മുഖ്യം മെയിനാട്ടോ മിന്നൂസ്. അവൾ മെയിനാവൽ തന്നെയാണ് അവൾക്ക് പണി. അങ്ങനെ നമ്മൾ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. പാൽപ്പായസമല്ല, സെമിയ പായസം. അങ്ങനെ സെമിയ പായസം റെഡിയായി. നമുക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കഴിക്കലാട്ടോ. അതിന് മുന്നേ ഉമ്മച്ചി പറഞ്ഞിരുന്ന പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടം പൊരിക്കലാണ് നെക്സ്റ്റ് പരിപാടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആട്ടോ പപ്പടം പൊരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പപ്പടം പൊരിക്കുക എന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ സ്ഥിരം കാട്ടുന്നത് പോലെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, അതുപോലെ തന്നെ പപ്പടം ഇട്ടും പൊരിക്കുന്നു. അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തു. നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ പപ്പടം കരിച്ചിട്ടുണ്ട് കേട്ടോ, കാരണം അതെനിക്ക് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എനിക്ക് കരിഞ്ഞ് തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അല്ലാതെ കരഞ്ഞത് കൊണ്ടല്ല കേട്ടോ.
ഞാൻ പൊരിക്കാം. ഞാൻ എടുത്തരാം. ഞാൻ വേഗം എടുക്കാം. ഒരു പ്ലേറ്റ് എടുക്കാം. കവറല്ലേ? ഒന്നെടുക്ക് കരിയണോ? സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പപ്പടം പൊരിച്ചിട്ടൊന്നും എനിക്ക് ശീലമില്ല. ഉമ്മച്ചി എന്നെ സത്യം പറഞ്ഞാൽ അടുക്കളയ്ക്ക് തന്നെ കയറ്റാറില്ല കേട്ടോ. കാരണം ഞാൻ അടുക്കള നാശമാക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി കയറ്റില്ല. അതുകൊണ്ടാണ് പപ്പടം പൊരിക്കുമ്പോൾ എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉള്ളത്. എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാട്ടോ അപ്പുറത്തുള്ളത്. അപ്പോൾ അവൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യല്ലോ. അപ്പോൾ ഞാനൊന്നും മെയിൻ ആവുന്നുണ്ട്. കാരണം നമ്മൾ യൂട്യൂബ് ചാനൽ ഇടുമ്പോൾ നമ്മൾ തന്നെ കുറച്ച് മെയിൻ ആവണ്ടേ. അപ്പോൾ അങ്ങനെ പപ്പടം കൊണ്ട് അവൾ കുറച്ച് പട്ടിഷോ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളാണ് പിന്നെ ഇട്ട് തന്നത്. കാരണം അത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡാൻസൊക്കെ കളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ സോങ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉച്ചക്കും ഞാനും മിന്നൂസും തന്നെയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആക്ച്വലി സത്യം പറഞ്ഞാൽ വീട്ടിൽ ഫുഡൊക്കെ ഞങ്ങൾ രണ്ടുപേരാണ് മാനേജ് ചെയ്തതെന്ന് പറയാം. അതൊരു പാളി പോയിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ. കറുത്തു വേണ്ട. അങ്ങനെ പപ്പടം പൊരിച്ച് കുറച്ചൊക്കെ എത്തിയപ്പോഴേക്കും അവസാനം ലാസ്റ്റ് വൺ അവൾ തന്നെ കേട്ടോ ചെയ്തത്. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റായി പപ്പടം എല്ലാം പൊരിച്ച് വാഴയിലെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കുട്ടികളെ വിളിക്കാൻ നോക്കിയപ്പോൾ അവർ നിറച്ച് കളിക്കുകയായിരുന്നു കേട്ടോ. മണ്ണിൽ ഇങ്ങോട്ട് അവരെന്താ പറയുക മുങ്ങിയിരുന്ന്. അങ്ങനെ അവരെയൊക്കെ ഒന്ന് ഫ്രഷാക്കി അതിന് ശേഷം പിന്നെ അവർ ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉമ്മച്ചി കുറച്ച് ബിസിയിലായിരുന്നു, ഉമ്മ കോളിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉമ്മ ക്യാമറയുടെ മുന്നിലേക്കൊന്നും വരില്ല കേട്ടോ, വല്ലാണ്ട് വരില്ല. അപ്പോൾ അങ്ങനെ ഉമ്മച്ചിയെ വിളിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു നിങ്ങൾ കഴിച്ചോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ കുട്ടീസ് മാത്രം ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഷാനി ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് വേണ്ടത് കുറച്ച് കൂടുതൽ ഇട്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, പാവല്ലേ തിന്നോട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കഴിക്കണം. നെക്സ്റ്റ് ഊഴം ഇനി എൻ്റേതാട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ട് തിന്നിട്ടെന്ന് പറയാം. അങ്ങനെ ഞാനും പായസവും എല്ലാം കുട്ടി കഴിച്ചിട്ട് എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്ക് ആ ടൈമിൽ അത്രയ്ക്ക് മധുരം കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നൈറ്റ് ആയപ്പോൾ കുറച്ചുകൂടെ കഴിച്ചു. പക്ഷെ എനിക്ക് തോന്നി പാലടപ്രഥമൻ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനായി കഴിക്കാം കേട്ടോ. അപ്പോൾ അവളോട് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട്. ആൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.